ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഇക്കയുടെ വീട്ടിലെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതായത് ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ഇറങ്ങിയതാണ്. അങ്ങനെ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഷെയ്ക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയുള്ള ലസ്സി കൂപ്പ എന്ന് പറഞ്ഞൊരു കടയാണ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ക്കായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ഷാർജ ഷെയ്ക്കാണ്. ഇവിടെ ബർഗറും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ വാവയ്ക്ക് നല്ല ചുമയുള്ള ദിവസമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ആൾക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ നോക്കിയെന്ന് അവസാനം ആളത് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുപോലത്തെ ചുമയായിരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് ചെന്ന് ആ ഒരു ടൈമിലായപ്പോൾ വാപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി നേരെ തിരുവല്ലയിലേക്ക് വിട്ടു. അപ്പോൾ സൗദിയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ രീതിയിലൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ തിരുവല്ലയിൽ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. വാവ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ. എവിടെയായി? എവിടെ എത്തി? അതുപോലെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവ എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വാവയ്ക്ക് കാറിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ടായിരുന്നു, പച്ചമുന്തിരി. നാട്ടിൽ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല മധുരമായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ സ്ഥിരമായിട്ട് കൊടുക്കുമായിരുന്നു. വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം മിക്ക ന്യൂസിലും പറയുന്നത് നല്ല കെമിക്കലും കാര്യങ്ങളും വന്നാണ്, അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ഞങ്ങൾ മേടിക്കാറില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരുവല്ലയിലെത്തി കേട്ടോ. അപ്പോൾ തിരുവല്ല മഹാലക്ഷ്മിയിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഞാൻ കൂടുതലും കോട്ടയത്ത് നിന്ന് തന്നെയായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാറ്. പക്ഷേ ഇവിടെ ഉമ്മയും വാപ്പയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കടയാണ്. അങ്ങനെ നമ്മൾക്ക് മുകളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വാപ്പയും ഉമ്മയും എല്ലാ ഐസിനും ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നുണ്ട്. ആൾ ഭയങ്കര ചാടിയിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഇക്കാക്കുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസ് യൂസിന് വേണ്ടി ഉള്ള ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സെലക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള കടയായിരുന്നു കേട്ടോ. ഇക്കയ്ക്ക് കൂടുതലും ഇഷ്ടം ഡാർക്ക് കളറായിട്ടുള്ള ഷർട്ടാണ്. അപ്പോൾ അങ്ങനെ ഡാർക്ക് കളർ നോക്കിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഷർട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഷർട്ടൊക്കെ ഇക്കയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 ഷർട്ടും പിന്നെ അതിനോടൊപ്പം പാൻറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പാൻറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്ഥലത്തും നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 3 പാൻറ്റും അതുപോലെ തന്നെ ഷർട്ടുമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അതിനുശേഷം എൻ്റെ സെക്ഷനിലോട്ട് പോയി എനിക്കും ഡ്രസ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ച് അവർ പാക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതുപോലെ വലിയ ബാഗിലാണ് കേട്ടോ പാക്കൊക്കെ ചെയ്ത് തന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കവറും അതുപോലെ തന്നെ ടിഷ്യൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കടയിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി വാപ്പി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതുപോലെ ഞാനെടുത്തതും ടോപ്പും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. ലേഡീസ് സെക്ഷനിലും അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് നല്ല വ്യൂ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ നല്ല പാടാണ്, പക്ഷേ ഈ ഒരു ടൈമിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആലപ്പുഴയിൽ ചെന്നതിന് ശേഷം ഈ ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മദ്രാസ് റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ കയറിയത്. ഇവിടെ മുമ്പ് നമ്മൾ ഒരു തവണ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ദോശയാണ്. എല്ലാ ടൈപ്പ് ദോശയും കിട്ടും കേട്ടോ. എല്ലാ വെറൈറ്റി ദോശയും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ചെന്ന ടൈമിൽ നല്ല തിരക്കായിരുന്നു. പതിവ് പോലെ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇവിടെ വെള്ളം തരുന്ന ഗ്ലാസ്സൊക്കെ ഈ ഒരു ടൈപ്പിലാണ്. അങ്ങനെ ആദ്യം തന്നെ വാവയ്ക്ക് ഉഴുന്നുവടയും അതുപോലെ ചമ്മന്തിയാണ് കേട്ടോ മേടിച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും മസാല ദോശയും ആയിരുന്നു. അങ്ങനെ ഐസുവിൻ്റെ ഉഴുന്നുവടയും അതുപോലെ ചട്നിയും ഉടനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉഴുന്നുവടയിൽ നിറച്ച് കുരുമുളകായിരുന്നു. ടേസ്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ആൾക്ക് അധികം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ നല്ല സോഫ്റ്റ് ഉഴുന്നുവടയുമായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളുടെ
മസാല ദോശ വന്നിട്ടുണ്ടായിരുന്നു. മസാല ദോശയും കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം നമ്മൾ ആര്യാസിൽ നിന്ന് മേടിക്കുന്ന മസാല ദോശയാണ് കേട്ടോ. ഇത് അത്രയും ടേസ്റ്റില്ല, എന്നാലും കൊള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ 2 ടൈപ്പ് ചട്നിയും അതുപോലെ സാമ്പാറും ഉണ്ടായിരുന്നു. അതും കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അതിനുശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട് വിട്ടു. തിരിച്ചു പോകുന്ന സമയത്തൊക്കെ വാവ നല്ല കളിയും കാര്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.